പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ അല്ലാഹു അവന്റെ റസൂൽ നമ്മെ പഠിപ്പിക്കുന്ന കാര്യങ്ങളിലെ ഒരു കാര്യമാണ് മനുഷ്യ നീ മറ്റുള്ളവരോട് കരുണ കാണിക്കുക എന്നത്. അതല്ലയോ അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഇർഹമു മൻ ഫിൽ അർളി ഇർഹമുക്കും മൻ ഫിസ് സമാ. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിച്ചാൽ ആകാശത്തിലുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കുമെന്ന് ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുമ്പോൾ, എന്നാൽ മനുഷ്യൻ അവൻ ചെയ്ത പാപത്തിന്റെ കറകൾ കൊണ്ട് അവന്റെ ഹൃദയം മുഴുവൻ ഇരുണ്ട പോവുകയും തസാബത്തുൽ കൽബാവുകയും അതിലൂടെ തന്റെ ചുറ്റിനും ഉള്ളവരോട് എന്തിനേറെ സഹജീവികളോട് പോലും കരുണയില്ലാത്ത ഒരു അവസ്ഥയായി മാറി. ഇന്ന് മനുഷ്യന്റെയൊക്കെ ഒരു ജീവിത ശൈലികൾ വെച്ച് നോക്കുമ്പോൾ അല്ലേ നാം ഒന്ന് ചിന്തിക്കണം മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ. പണ്ടൊക്കെ ആളുകൾ പറയുമായിരുന്നു, അതായത് ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ മോനെ നീ സഹായിക്കണമെന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ ഇടയിൽ പല ആളുകളും സംസാരിക്കുന്ന ഒരു വിഷയമാണ് എന്തേ, ഇന്ന് ആർക്കും ഒരു ഉപകാരവും ചെയ്യാൻ പറ്റാത്ത കാലമാണ്. ഇന്ന് ഉപകാരം ചെയ്താൽ ചെയ്യുന്നവൻ കുടുങ്ങുന്ന കാലമാണ്. അതുകൊണ്ട് ആർക്കും സഹായം ചെയ്യല്ലേ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് മനുഷ്യന്റെ വർത്തമാനങ്ങളും പ്രവൃത്തികളും എത്തിക്കഴിഞ്ഞിരിക്കുന്നു. കാരണം എന്ത്, ഇവിടെയും മനുഷ്യന്റെ അഹങ്കാരമാണ് കാരണമെന്ന് മനുഷ്യൻ മനസ്സിലാക്കുന്നില്ല അല്ലേ? നമ്മളൊന്ന് ചിന്തിക്കണം മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ. അതുകൊണ്ട് മനുഷ്യൻ പരസ്പരം കരുണ കാണിക്കുന്ന വിഷയത്തിൽ പോലും പിശുക്ക് കാണിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറഞ്ഞത് എത്രയോ സത്യമാണ് മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ. അതായത് മനുഷ്യൻ പിശുക്കനാണ്, അതായത് കരുണ കാണിക്കുന്ന വിഷയത്തിൽ പോലും മനുഷ്യൻ പിശുക്കനാണെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്, മനസ്സിലാക്കി തരികയാണ്. കേൾക്കണോ? കേട്ടോളിൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കുല്ലു അൻതും തംലികൂന ഖസായിന റഹ്മതി റബ്ബി ഇദൻ അംസകതും ഖശിയതൽ ഇൻഫാഖി വകാനൽ ഇൻസാനു ഖതൂറാ. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഹിറാ ഗുഹയിൽ ധ്യാന നിരന്തനായിരുന്ന പശ്ചാത്തലത്തിലെ ഇഖ്റഇന്റെ വീരമന്ത്രോച്ചാരണം മുഴക്കിക്കൊണ്ട് ലോകത്തിന്റെ നെറുകയിലേക്ക് ആദ്യമായി വിദ്യാഭ്യാസത്തിന്റെ വാതായനം തുറന്നു തന്ന കാലഘട്ടത്തിന്റെ വേദഗ്രന്ഥമായ വിശുദ്ധമായ ഖുർആൻ. ആ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാ, കുല്ലു അൻതും തംലികൂന ഖസായിന റഹ്മതി റബ്ബി. നബിയേ, അങ്ങയുടെ ഉമ്മത്തിങ്ങളോട് ചോദിക്കൂ നബിയേ, എന്റെ റബ്ബിന്റെ കാരുണ്യത്തിന്റെ ഖജനാവ് അത് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി നിങ്ങളുടെ കയ്യിലേക്ക് നാം നൽകിയിരുന്നെങ്കിൽ ഇതെല്ലാം അംസകത്തും നിങ്ങൾ പിടിച്ചു വെക്കുമായിരുന്നല്ലോ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. ഖശിയതൻ ഭയന്നിട്ട്, അൽ ഇൻഫാഖ് അത് തീർന്നു പോകുമോ എന്ന് ഭയന്നിട്ട് നിങ്ങൾ പിടിച്ചു വെക്കുമായിരുന്നല്ലോ. എന്റെ റബ്ബിന്റെ കാരുണ്യം പോലും നിങ്ങൾ പിടിച്ചു വെക്കുമായിരുന്നല്ലോ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. സത്യമല്ലേ? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് സത്യമല്ലേ സഹോദരങ്ങളെ? നാം ഒന്ന് മനസ്സിലാക്കണം, അല്ലാഹ് എല്ലാത്തിനും ഒരു ഖജനാവുണ്ട്. പണം സൂക്ഷിക്കുന്നതിനും ഒരു ഖജനാവുണ്ട്, അതുപോലെ സ്നേഹത്തിനും ഒരു ഖജനാവുണ്ട്. ആ ഖജനാവിൽ നിന്നാണ് ഓരോ മനുഷ്യർക്കും അവന് കരുണ ലഭിക്കുന്നതെന്ന് നാം മനസ്സിലാക്കണം. അങ്ങനെ ഒരു ഖജനാവ് അത് മുഴുവനായി കൈകാര്യം ചെയ്യാൻ മനുഷ്യന്റെ കയ്യിൽ ഞാൻ കൊടുത്തിരുന്നെങ്കിൽ അവനുണ്ടല്ലോ, അതിൽ പോലും അത് തീർന്നു പോകുമോ എന്ന് ഭയന്നിട്ട് അവൻ പിശുക്ക് കാണിക്കുന്നവനാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. അല്ലേ സഹോദരങ്ങളെ, മനസ്സിലാക്കി. ഈ കരുണ പിടിച്ചു വെക്കുക എന്ന് പറയുന്നത് എന്താണെന്നറിയുമോ മുഅ്മിനീങ്ങളെ? നാം മനസ്സിലാക്കണം, ഒരു പാവപ്പെട്ടവൻ അവനുണ്ടല്ലോ, ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ഒരു മനുഷ്യൻ നമ്മുടെ മുമ്പിലേക്ക് തന്റെ മക്കളെ ഒന്ന് വിവാഹം ചെയ്ത് അയപ്പിക്കുന്നതിന് വേണ്ടി കുറച്ച് സമ്പത്ത് ചോദിച്ചാല്, ഒരു പാവപ്പെട്ടവൻ നിന്റെ മുമ്പിലേക്ക് കൈകൾ നീട്ടിയാല് നിനക്കതിൽ കൊടുക്കാൻ മടിയല്ലേ? പിശുക്ക് കാണിക്കുന്നവനല്ലേ നീ? കാരണം അങ്ങനെ കൊടുക്കണമെങ്കിൽ നിന്റെ ഹൃദയത്തിൽ ഒരു കരുണ വേണം. ആ കരുണ നഷ്ടപ്പെട്ടു പോയത് കൊണ്ടാണ് ഒരു പാവപ്പെട്ടവൻ നിന്റെ മുമ്പിലേക്ക് വന്നാൽ
പറഞ്ഞാലും നിനക്ക് എന്തേ ഒന്ന് സഹായിക്കാനായിട്ട് നിന്റെ മനസ്സ് വിസമ്മതിക്കുന്നത്? അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഇത് ആ കാരുണ്യം പിടിച്ചു വെക്കുക എന്നതിൽ പെടുന്നതാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. കാരണം ഹൃദയത്തിൽ കരുണയുണ്ടെങ്കിലല്ലേ കൊടുക്കാൻ കഴിയുകയുള്ളൂ. മുഅ്മിനീങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ വന്ന വഴി മറക്കുന്ന ചില ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അതായത് ഒരുമിച്ച് കളിച്ച് വളർന്ന ആളുകളായിരുന്നു പലരും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. പക്ഷേ ദുനിയാവിന്റെ ഏതെങ്കിലും ഒരു മേഖലയിൽ അവൻ ഉയർന്നു കഴിഞ്ഞാൽ കൂടെ വന്നവരെ മറക്കുന്ന, അതായത് വന്ന വഴി മറക്കുന്ന ചില ആളുകള്. ഒരുവൻ സമ്പന്നനായി കഴിയുമ്പോൾ അവൻ വന്ന വഴി മറന്നുകൊണ്ട് അവന്റെ അതേ പാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരു പാവത്തെ കാണുമ്പോൾ, ഒരു പാവങ്ങളെ കാണുമ്പോൾ പുച്ഛ സ്വഭാവം തോന്നുന്നില്ലേ? ഇതും എന്റെ സഹോദരങ്ങളെ മനസ്സിലാക്കണം. അതായത് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞതുപോലെ കരുണ നീ പിടിച്ചു വെക്കുന്നവനായില്ലേ? മനസ്സിലാക്കണം. ചില ആളുകളൊക്കെ ഉണ്ട്, അതായത് വലിയ സാമ്പത്തികമായിട്ടും സ്ഥാനമാനങ്ങളിലേക്കും എത്തിക്കഴിയുമ്പോൾ അവന്റെ ഒന്നും വിവാഹത്തിന് പോലും നമ്മളെ വിളിക്കാത്ത ചില ആളുകളുണ്ട്. ഒരു മെസ്സേജ് പോലും അയക്കാത്ത എത്രയോ ആളുകളുണ്ട്. ഒരു മേഖലയിൽ അവൻ എത്തിക്കഴിയുമ്പോൾ, ഒരു സ്ഥാനത്ത് എത്തിക്കഴിയുമ്പോൾ വന്ന വഴി മറക്കുന്ന എത്രയോ ആളുകളുണ്ട്. ഇവിടെ നമ്മൾ ചിന്തിക്കണം. മുഅ്മിനീങ്ങളെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് എന്തേ? മനുഷ്യൻ നന്ദി കെട്ടവൻ തന്നെയാണ്. മനസ്സിലായോ? അവന്റെ റബ്ബിനോട് അവൻ നന്ദി കെട്ടവനാണ് മനുഷ്യൻ. പിന്നെ മനുഷ്യൻ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നന്ദി കേട് കാണിക്കാതിരിക്കുമോ? നാം ചിന്തിക്കണം മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ. അതുപോലെ തന്നെ പാവപ്പെട്ടവനെ പുച്ഛിക്കല്, നിന്നെക്കാൾ സമ്പത്ത് കുറഞ്ഞവൻ, നിന്നെക്കാൾ നിന്റെ ഭവനത്തെക്കാൾ താഴ്മയുള്ള ഒരു വീട് ഭവനമുള്ള ഒരു മനുഷ്യനെ കാണുമ്പോൾ നിനക്ക് പുച്ഛ സ്വഭാവം തോന്നുന്നത്, ഇതും സഹോദരങ്ങളെ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞതുപോലെ കാരുണ്യത്തിൽ പോലും നീ പിശുക്ക് കാണിക്കുന്നവനല്ലേ എന്ന് ചിന്തിക്കണം. അതുപോലെ തന്നെ ഒരു മനുഷ്യനെ കുടുംബ മഹിമ പറഞ്ഞുകൊണ്ടും സാമ്പത്തികമായ നിലവാരം പറഞ്ഞുകൊണ്ട് സൗന്ദര്യത്തെ പറ്റിയൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു മനുഷ്യനെ കളിയാക്കൽ, അപവാദം പറയല്, ഇതും സഹോദരങ്ങളെ മനസ്സിലാക്കണം. കരുണയിൽ പോലും പിശുക്ക് കാണിക്കുന്നവരുടെ ഗണത്തിൽ നീ പെട്ടുപോയില്ലേ? അള്ളാഹു കാക്കുമാറാകട്ടെ. അതുപോലെ തന്നെ മറ്റുള്ളവരെ മാനസികമായി ശാരീരികമായി ഒക്കെ ഒരു മനുഷ്യനെ വേദനിപ്പിക്കുന്നവൻ, ഇവന്റെ ഹൃദയത്തിലും കരുണ നഷ്ടപ്പെട്ടു പോയി. ആ കരുണ നഷ്ടപ്പെട്ടു പോയത് കൊണ്ട് അവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ കരുണയിൽ പോലും അവൻ പിശുക്ക് കാണിക്കുന്നവനായി മാറിയില്ലേ? വിശുദ്ധമായ ഖുർആൻ പറഞ്ഞതുപോലെ നാം മനസ്സിലാക്കണം. ഒരാളെ നാവ് കൊണ്ട് വേദനിപ്പിക്കാൻ നിന്റെ മനസ്സ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിന്റെ മനസ്സിൽ നിന്ന് കരുണ എപ്പോഴേ അള്ളാഹു എടുത്തു കളഞ്ഞിരിക്കുകയാണ്. അള്ളാഹു നൽകിയ കാരുണ്യത്തിൽ പോലും പിശുക്ക് കാണിക്കുന്നവരുടെ ഗണത്തിൽ നീ പെട്ടുപോയില്ലേ? അതുപോലെ തന്നെ മുഅ്മിനീങ്ങളെ മനസ്സിലാക്കണം. പരോപകാരം തടയുന്ന ആളുകളെ, ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ, ഒന്ന് സഹായിക്കാൻ ഒരു മനുഷ്യൻ പോകുമ്പോ അവനെയൊക്കെ സഹായിച്ചിട്ട് നിനക്ക് എന്ത് കിട്ടാനാണെന്ന് ചോദിച്ച് ആ ഉപകാരം ചെയ്യാനായിട്ട് മനസ്സ് വന്ന ആളുടെയും മനസ്സിനെ മടുപ്പിച്ച് കളയുന്ന ചില ആളുകള് നമ്മുടെ ഇടയിലില്ലേ? സഹോദരങ്ങളെ ചിന്തിക്കണം. ഇതും കരുണ കാണിക്കുന്ന പിശുക്ക് കാണിക്കുന്നവനാണെന്ന് പറഞ്ഞ ഗണത്തിൽ, അള്ളാഹു പറഞ്ഞ ഗണത്തിൽ അവൻ പെട്ടുപോയില്ലേ? വിശുദ്ധമായി ഖുർആൻ പറഞ്ഞത്. അതുകൊണ്ട് ഇതൊക്കെ കാരുണ്യത്തിൽ പിശുക്ക് കാണിക്കുന്ന കൂട്ടത്തിൽ പെടുന്നതാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. എന്നിട്ട് ഈ ആയത്തിന്റെ അവസാനം അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താണെന്നറിയുമോ? വകാനൽ ഇൻസാനു ഖതൂറാ, തീർച്ചയായും മനുഷ്യൻ തീരാന്ന പിശുക്കൻ തന്നെയാണ്, ലുബ്ധൻ തന്നെയാണെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ നാം മനസ്സിലാക്കണം, മനുഷ്യൻ ഇങ്ങനെയാണ്. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ ഒരു മനുഷ്യനെ സ്നേഹിക്കുകയാണെങ്കിൽ അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിക്കാനെന്ന് അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. അങ്ങനെയെങ്കിൽ നമ്മിൽ നിന്ന് ഇന്നലെ വരെ കൂടെ ഉണ്ടായിരുന്ന ആളുകളെ ഇന്നൊരു സ്ഥാനമാനം കിട്ടിയപ്പോൾ നമ്മെ ഉപേക്ഷിച്ചിട്ട് പോകുമ്പോൾ നമുക്ക് വിഷമം വരികയില്ലല്ലോ സഹോദരങ്ങളെ? നാം ചിന്തിക്കണം. നമ്മെ കൂടെ നിന്ന് നമ്മെ ഒരു കൂടപ്പുറപ്പിനെ പോലെ നാം സ്നേഹിച്ച ആളുകൾ നമ്മെ ചതിക്കുമ്പോൾ നമുക്ക് വിഷമം വരികയില്ല, പ്രയാസം വരികയില്ല. അള്ളാഹ്ക്ക് വേണ്ടിയാണ് നീ ഒരു മനുഷ്യനെ സ്നേഹിച്ചതെങ്കിൽ അതിനൊക്കെ ഞാൻ പറഞ്ഞു തരാൻ മനസ്സിലാക്കണം. അതുപോലെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ നമ്മിൽ നിന്ന് വേർപെട്ടു പോകുമ്പോൾ, മരണപ്പെട്ടു പോകുമ്പോൾ നമുക്ക് വിഷമം ഉണ്ടാകുകയില്ല, പ്രയാസം ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെ നമ്മളുണ്ടല്ലോ, അതായത് ഒരു മനുഷ്യനെ നമ്മൾ സഹായിച്ചു, ഒരു മനുഷ്യൻ നമ്മെ സഹായിച്ചു, എന്തെങ്കിലും ഒരു കാരണത്താല് അവരുമായി പിണങ്ങേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാല് ചെയ്ത ഉപകാരങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് നിന്നെ മോശപ്പെടുത്തുന്ന ആളുകള്, നിന്നെ നാറ്റിക്കുന്ന ആളുകള്, ചിന്തിക്കണം സഹോദരങ്ങളെ, ഇവിടെയൊന്നും നമുക്ക് വിഷമം വരികയില്ല, പ്രയാസം വരികയില്ല. കാരണം എന്തെന്നറിയുമോ? ഇതൊക്കെ താങ്ങാനുള്ള ഒരു മനസാന്നിധ്യം, മനസ്സിന് ധൈര്യമാണ് ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അള്ളാഹ്ക്ക് വേണ്ടി ഒരു മനുഷ്യനെ നീ സ്നേഹിച്ചു കഴിഞ്ഞാൽ. ഇന്ന് കൂടുതലും ഒരു മനുഷ്യന് സൈക്കോ പോലുള്ള ചിന്തകളിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ്? ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വരുന്ന ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒരുപാടാകുമ്പോൾ അതിങ്ങനെ വെള്ളം കെട്ടിക്കിടക്കുന്നത് പോലെ ഇങ്ങനെ ഹൃദയത്തിൽ വിഷമങ്ങളും
പ്രയാസങ്ങളും ഏതെങ്കിലും ഒരു മനുഷ്യൻ നിന്നെ വേദനിപ്പിച്ചതോർത്ത് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ കെട്ടിക്കിടക്കുമ്പോഴല്ലേ ഒരു മനുഷ്യൻ സൈക്കോ സ്വഭാവങ്ങളിലേക്ക് പോലും പോകുന്നത്. ഇതുപോലുള്ള അവസ്ഥകളിൽ നിന്നെല്ലാം അള്ളാഹു നിന്നെ സംരക്ഷിക്കും. നീ എന്തേ ഒരു മനുഷ്യന് ഉപകാരം ചെയ്യുകയാണെങ്കിലും ഒരു മനുഷ്യനെ നീ സ്നേഹിക്കുകയാണെങ്കിലും അത് അള്ളാഹ്ക്ക് വേണ്ടിയാകുകയാണെങ്കിൽ അവിടെ നിനക്ക് വിഷമം വരികയില്ല. ആര് നിന്നെ ഉപേക്ഷിച്ചിട്ട് പോയാലും, ആര് നിന്നെ ചതിച്ചാലും വേദനിപ്പിച്ചാലും പ്രയാസപ്പെടുത്തിയാലും നിനക്ക് വിഷമം വരികയില്ല, പ്രയാസം വരികയില്ല. കാരണം എന്തേ, ഞാൻ സ്നേഹിച്ചതും ഞാൻ ഉപകാരം ചെയ്തതും എല്ലാം എൻ്റെ റബ്ബിന് വേണ്ടിയിട്ടാണല്ലോ. പിന്നെ എന്ത് ഇവരൊക്കെ പോയാൽ എനിക്ക് എൻ്റെ റബ്ബ് മതി, എൻ്റെ റബ്ബിന്റെ സ്നേഹമാണ് എനിക്ക് വേണ്ടത്. എൻ്റെ റബ്ബിന് വേണ്ടിയിട്ടാണ് ഞാൻ അവനെ സഹായിച്ചതും സ്നേഹിച്ചതുമെല്ലാം. അതുകൊണ്ട് അവൻ വലിയ ആളായപ്പോൾ പോയെന്ന് പറഞ്ഞ് എനിക്കെന്താ കുഴപ്പം, എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഞാൻ കാരണം അവൻ അങ്ങനെയെങ്കിലും ആയല്ലോ എന്നോർത്ത് സമാധാനിച്ച് അള്ളാഹുവിലേക്ക് നിനക്ക് മടങ്ങാൻ കഴിയുമല്ലോ. അപ്പോൾ ഈ സൈക്കോ പോലുള്ള സ്വഭാവങ്ങളിൽ പെട്ടുപോവുകയില്ല. ഇതൊരു വലിയ സൈക്കോളജിയും കൂടിയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. നീ ഒരു മനുഷ്യനെ സ്നേഹിക്കുകയാണെങ്കിൽ അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിക്കണമെന്ന് അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. ഇതിനെയാണ് ചില യുക്തിവാദികൾ പറയുന്നത്. എന്തേ, അതായത് മതങ്ങൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് മതങ്ങൾ തന്നെ മേടിച്ചെടുക്കുമെന്ന്. ഒന്ന് ചിന്തിക്കുക സഹോദരങ്ങളെ, മതങ്ങൾ അങ്ങനെ പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ മനുഷ്യൻ ഇന്നെന്തേ വല്ലാത്ത ആവലാതിയിലായി പോയിന മനുഷ്യന്റെ ജീവിതം. ഇന്നത്തെ സാഹചര്യങ്ങൾ വെച്ച് നമ്മൾ ചിന്തിക്കണം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടി ഒരു മനുഷ്യനെ നിങ്ങൾ സ്നേഹിക്കുകയാണെങ്കിൽ സ്നേഹിക്കണം. ഒരു മനുഷ്യനേക്ക് സഹായം ചെയ്യുകയാണെങ്കിലും അവിടെ എന്താണ്, ലോകമാന്യത വരുവരുത്. ആരെങ്കിലും കാണിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ രണ്ടാളുകളുടെ മുമ്പിൽ വലിയ സ്ഥാനമാനം ലഭിക്കുന്നതിന് വേണ്ടി എന്നുള്ളൊരു ചിന്തയിലൂടെ നീ ചെയ്യരുത്. കാരണം എന്തേ, നീ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും അള്ളാഹുടെ തൃപ്തിക്ക് വേണ്ടിയാകണം, അള്ളാഹ്ക്ക് വേണ്ടിയാകണം. അള്ളാഹ്ക്ക് വേണ്ടി നീ ഒരു മനുഷ്യനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ നിനക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്താണെന്നറിയാം? ഒരു ഹദീസ് കേട്ടോളിൻ. قال رسول الله صلى الله عليه وسلم, അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, സലാസുമൻ കുന്ന വജദ ഫീഹിന്ന സലാസുമൻ കുന്ന ഫീഹി വജദ ഹലാവതൽ ഈമാൻ. അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാം, ഏതൊരുവനിലാണോ മൂന്ന് കാര്യങ്ങളെത്തിയോ അവനിൽ ഹലാവത്തുൽ ഈമാൻ, ഈമാനിന്റെ മാധുര്യം അവനിൽ ആസ്വദിക്കാൻ അവന് സാധിക്കുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുമ്പോ അതിലൊന്നാമതായി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്താണെന്നറിയുമോ? അയ്യകൂനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. ഈ ദുനിയാവിലുള്ളതാകട്ടെ ആഖിറത്തിലുള്ളതാകട്ടെ എല്ലാത്തിനേക്കാളും മറ്റേതിനേക്കാളും ഒരുവൻ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും പ്രിയം വെക്കലാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കാൻ കഴിയുന്ന ഒന്നാമത്തെ വിഭാഗം ആളുകൾ ആരാണ്? ഈ ദുനിയാവിലുള്ളതാകട്ടെ ആഖിറത്തിലുള്ളതാകട്ടെ എല്ലാ വസ്തുക്കളെക്കാളും നീ ഏറ്റവും കൂടുതൽ പ്രിയം വെക്കേണ്ടത് അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയുമാണ്. അങ്ങനെ നീ പ്രിയം വെച്ച് കഴിഞ്ഞാൽ, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിനക്ക് ഹലാവത്തുൽ ഈമാൻ, ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കാൻ കഴിയുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. നിന്റെ മാതാപിതാക്കളെക്കാൾ മക്കളെക്കാൾ എല്ലാവരെക്കാളും നീ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയുമാണ്. മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, മനസ്സിലാക്കണം. ഇവിടെ ചിന്തിക്കും, മാതാപിതാക്കളെക്കാളും ഞാൻ സ്നേഹിക്കണോ എൻ്റെ അള്ളാഹുവിനെ അവന്റെ റസൂലിനെയും? നമ്മൾ മനസ്സിലാക്കണം, തഖ്വ കുറഞ്ഞവർക്ക് ചിലപ്പോൾ അത് ഉൾക്കൊള്ളാൻ സാധിക്കൂല. ചില ആളുകൾക്ക് ഞാനൊന്ന് ചോദിക്കട്ടെ, മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, നിനക്ക് മാതാപിതാക്കളെ തന്നവനാരാണ്? അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ പടച്ച റബ്ബല്ലേ. നിനക്ക് മക്കളെ, നിന്റെ സന്താനങ്ങളെ നിനക്ക് നൽകിയതാരാണ്? നിന്റെ റബ്ബല്ലേ, നിന്റെ അള്ളയല്ലേ. അപ്പോൾ എല്ലാത്തിനേക്കാളും നീ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് ആരെയാണ്? അല്ലാഹുവിനെയല്ലേ. മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, മനസ്സിലാക്കണം.
നീ ഇന്ന് ജനിച്ചു വീണ് കണ്ണു തുറന്നപ്പോൾ നിന്റെ മാതാവല്ലേ നിനക്ക് നിന്റെ ഉപ്പാനെ പരിചയപ്പെടുത്തി തന്നത്. നിനക്ക് ബുദ്ധി ഉറച്ചപ്പോഴല്ലേ ഇതാണ് നിന്റെ മാതാവെന്ന് നിനക്ക് മനസ്സിലായത്. അതേസമയം നീ ജനിച്ചു വീണപ്പോൾ മറ്റൊരാളുടെ കയ്യിലാണ് നീ മറ്റൊരാളുടെ കയ്യിലാണ് നിന്നെ കിട്ടിയതെങ്കിലോ അവര് പഠിപ്പിച്ചു തരുന്നതല്ലേ നിനക്ക് പിന്നീട് ഓർമ്മ വരുന്ന സമയത്തും ബുദ്ധി ഉറയ്ക്കുന്ന സമയത്തും നിനക്ക് മനസ്സിലാകത്തുള്ളൂ. ഇതാണ് എന്റെ മാതാവെന്ന് പറഞ്ഞാൽ നീ അത് വിശ്വസിക്കില്ലേ? ഇതാണ് നിന്റെ പിതാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ വിശ്വസിക്കത്തില്ലേ? ഇത്രയുള്ള സഹോദരങ്ങളെ, ഏത് മാതാവിന്റെ ഉദരത്തിൽ കഴിയണമെന്ന് അള്ളാഹു നേരത്തെ തീരുമാനിച്ചത് കൊണ്ടാണ് ആ മാതാവിന്റെ ഉദരത്തിൽ നീ കഴിഞ്ഞുകൂടിയത്. മനസ്സിലായോ? ഏത് സമയത്ത് വേണമെങ്കിലും അള്ളാഹ് അത് മാറ്റാമായിരുന്നു. എന്നാൽ ആ മാതാപിതാക്കൾ നിനക്ക് നൽകിയതാരാണ്? അള്ളയല്ലേ. ആ മാതാപിതാക്കളുടെ സ്നേഹം നിനക്ക് നൽകിയതാരാണ്? ആ മാതാവിന്റെ ഹൃദയാന്തരങ്ങളിലും ആ പിതാവിന്റെ ഹൃദയാന്തരങ്ങളിലും നിനക്ക് സ്നേഹം നൽകിയതാരാണ്? അള്ളാഹുവല്ലേ. നമ്മൾ ഇന്ന് അനുഭവിച്ച നമ്മുടെ മാതാപിതാക്കളുടെ ഹൃദയത്തിൽ നിന്നുള്ള നമ്മുടെ സ്നേഹങ്ങളും ലാളനകളുമെല്ലാം അള്ളാഹുവിന്റെ സ്നേഹവും ലാളനയുമാണെന്ന് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയൂലേ? ഇവിടെയാണ് സഹോദരങ്ങളെ മനസ്സിലാക്കേണ്ടത്. നമ്മൾ അനുഭവിച്ച സ്നേഹവും കരുണയെല്ലാം നമ്മുടെ ഉപ്പയുടെ ഉമ്മയുടെ അല്ല, അള്ളാഹുവിന്റെയാണ്, അള്ളാഹുവിന്റെയാണ്. ആ അള്ളാഹ് അവരുടെ ഹൃദയത്തിൽ നമ്മളോടുള്ള സ്നേഹം ഇട്ടുകൊടുത്തത് കൊണ്ടാണ് അവർക്ക് നമ്മോട് കരുണ കാണിക്കാനും സ്നേഹിക്കുവാനും ഒക്കെ തോന്നിയത്. അള്ളാഹുവിന്റെ കരുണ ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരിലും ഉള്ളത് അതുകൊണ്ടാണ്. മനുഷ്യന്മാര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കരുണ കാണിക്കുന്നത്, സ്നേഹിക്കുന്നത്. ഇല്ലാത്ത പക്ഷം മനുഷ്യർക്ക് കരുണ ഉണ്ടാവുകയില്ല, സ്നേഹം ഉണ്ടാവുകയില്ല. അതുകൊണ്ടൊക്കെയാണ് പറഞ്ഞത്, എല്ലാത്തിനേക്കാളും നീ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് നിന്റെ റബ്ബിനെയാണ്, നിന്റെ അള്ളാഹിനെയാണ്. അത് കഴിഞ്ഞ് നിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണെന്ന് എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. അവിടെയാണ് നമ്മൾ ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കാൻ നമുക്ക് കഴിയുന്നത്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, നിന്റെ മാതാപിതാക്കളെക്കാളും എല്ലാം നിനക്ക് നിന്റെ റബ്ബിനോടുള്ള സ്നേഹത്തിന്റെ മൂല്യം, മഹത്വം, വലുപ്പം മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നിന്റെ മാതാപിതാക്കളെ നിനക്ക് സ്നേഹിക്കാൻ കഴിയണം. എന്നാലല്ലേ അതിനേക്കാൾ മികച്ചു നിൽക്കുന്ന അള്ളാഹുവിനെ അവന്റെ റസൂലിനെയും സ്നേഹിക്കുന്നതിന്റെ മൂല്യം നിനക്ക് മനസ്സിലാവുകയുള്ളൂ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അപ്പോൾ പറഞ്ഞു വരുന്നത്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എല്ലാത്തിനേക്കാൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത്, പ്രിയം വെക്കേണ്ടത് അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയുമാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അപ്പോൾ പറഞ്ഞു വരുന്നത്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എല്ലാത്തിനേക്കാൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത്, പ്രിയം വെക്കേണ്ടത് അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയുമാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഇനി ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കുന്ന വിഭാഗത്തിൽപ്പെട്ട രണ്ടാമത്തെ ആളുകൾ ആരാണെന്നറിയുമോ? കേട്ടോളിൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ, ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കുന്ന രണ്ടാമത്തെ വിഭാഗം ആളുകൾ ആരാണെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, വഅയ്യുഹിബ്ബൽ മർഅ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ് وأن يحب المرء لا يحبه إلا لله. അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ, ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കുന്ന രണ്ടാമത്തെ വിഭാഗം ആളുകൾ ആരാണെന്നറിയുമോ? അള്ളാഹ്ക്ക് വേണ്ടി ഒരു മനുഷ്യനെ സ്നേഹിക്കുന്നവരാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹ്ക്ക് വേണ്ടി നീ ഒരു മനുഷ്യനെ സ്നേഹിക്കലാണ് ഈ ഒരു വിഭാഗം ആളുകൾക്ക് ഹലാവത്തുൽ ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കാൻ കഴിയുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് നഷ്ടങ്ങളിൽ എന്താണ്? സങ്കടം വരൂല മുഅ്മിനീങ്ങളെ. അള്ളാഹ്ക്ക് വേണ്ടി ഒരു മനുഷ്യനെ സ്നേഹിച്ചാൽ, അതുപോലെ തന്നെ ഭർത്താവ് ഭാര്യ വഞ്ചിക്കുമ്പോഴും സങ്കടം വരൂല. ഇന്ന് എത്രയോ ആളുകളിലാണ്, ഇന്ന് എത്രയോ കുടുംബ ജീവിതമാണ് തകർന്നടിഞ്ഞു പോകുന്നത് അല്ലേ? എന്താണ്? പരസ്പരം സ്നേഹം കുറഞ്ഞു പോയതിന്റെ വിഷയമാണ്. ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കുടുംബങ്ങളിൽ പോലും ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയില് എല്ലാം ഉണ്ടല്ലോ പ്രശ്നങ്ങൾ വരുന്നത്. എന്തുകൊണ്ടാണ്? കരുണ എന്ന് പറയുന്ന അതിമഹത്തായ ഒരു അനുഗ്രഹം അവരുടെ ഹൃദയാന്തരങ്ങളിൽ നിന്ന് പോയത് കൊണ്ടല്ലേ? സഹോദരങ്ങളെ ചിന്തിക്കണം.
ഇത് എന്തുകൊണ്ടാണ് ഈ കരുണ പോകുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എല്ലാ മനുഷ്യർക്കും അവൻ ജനിച്ചു വീഴുമ്പോൾ അള്ളാഹുവിന്റെ കാരുണ്യം നൽകുന്നുണ്ട്. ഈ കരുണയുണ്ടല്ലോ സഹോദരങ്ങളെ, എങ്ങനെയാ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് പോകുന്നത്? അവന്റെ ജീവിതത്തിൽ പാവങ്ങൾ സംഭവിക്കുമ്പോൾ അതിനെ നിസ്സാരതയോടെ കണ്ട് പശ്ചാത്തപിച്ച് മടങ്ങാതെ തൗബ ചെയ്യാതെ അവൻ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവന്റെ ഹൃദയാന്തരങ്ങളിൽ നിന്ന് അള്ളാഹുവിന്റെ കാരുണ്യം നഷ്ടപ്പെട്ടു പോവുകയാ. അതിലൂടെ പിന്നീട് അവന് ചുറ്റിനുമുള്ള ആളുകളോട് സ്നേഹം വരൂല, കരുണ വരൂല. തന്റെ ഭാര്യയോട് കരുണ വരികയില്ല, തന്റെ ഭർത്താവിനോട് കരുണ വരത്തില്ല. അതുപോലെ തന്നെ തന്റെ മക്കളോട്, സന്താനങ്ങളോട് പോലും കരുണ വരികയില്ല. എന്നിട്ടും പല ആളുകളും പറയുന്ന എന്റെ കുടുംബ ജീവിതം പോലും തകർന്നു പോയിരിക്കുകയാണ്, എന്തിനാണാവോ അള്ളാഹു എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ പഴി പറയുന്ന ആളുകൾ മനസ്സിലാക്കണം, ഇവിടെ അള്ളയല്ല തെറ്റ് ചെയ്തത്, നിങ്ങളാണ് തെറ്റ് ചെയ്തത്. ചിന്തിക്കണം. കാരണം ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ പിരിയണമെങ്കിൽ എവിടുന്നോ ഏതൊക്കെയോ സ്ഥലങ്ങളിൽ കിടന്ന ഒരു ആണും പെണ്ണും ഒരു മഹർ കൊടുക്കുന്നതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ഹൃദയാന്തരങ്ങളിലൂടെ ഒരു സ്നേഹം നൽകി. ആ സ്നേഹത്തെ നിങ്ങൾ എന്താണ് നിസാരതയോടെ കണ്ട് ആ സ്നേഹം, ആ ഹൃദയത്തിലുള്ള നിങ്ങൾ തമ്മിലുള്ള പരസ്പരം കാരുണ്യമുണ്ടല്ലോ, ആ കാരുണ്യം നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് കുടുംബങ്ങൾ തകർന്നടിഞ്ഞു പോകുന്നത്, ഡൈവോഴ്സുകളിൽ എത്തുന്നത്, വിവാഹ ബന്ധങ്ങൾ മുറിയുന്നൊരവസ്ഥയിലേക്ക് എത്തുന്നത്. എന്തുകൊണ്ടാണ്? നിങ്ങളുടെ ഹൃദയത്തിലെ ആ അള്ള തന്ന കാരുണ്യം നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ടാണ്. അതിന് ഉത്തരവാദി അള്ളയല്ല നിങ്ങളാണ്. നിങ്ങൾ ചെയ്യുന്ന പാപത്തിന്റെ കറകൾ അധികരിച്ചത് കൊണ്ട് നിങ്ങളുടെ ഹൃദയം മുഴുവനും പാപത്തിന്റെ കറകൾ കൊണ്ട് ഇങ്ങനെ അധികരിച്ചു. അത് തൗബ ചെയ്യാതെ ഇസ്തിഗ്ഫാർ ചെയ്യാതെ വന്നപ്പോൾ അതിങ്ങനെ ഹൃദയത്തിൽ പാപത്തിന്റെ കറകൾ അധികരിച്ചു. അങ്ങനെ ഹൃദയത്തിൽ എന്താണ് കടുപ്പമായി മാറി. അതിലൂടെ എന്താണ് അള്ളാഹുവിന്റെ കാരുണ്യം നിങ്ങളുടെ ഹൃദയാന്തരങ്ങളിൽ നിന്ന് മാറിപ്പോയിരിക്കുകയാണ്. പിന്നെ എങ്ങനെയാണ് ഭാര്യയ്ക്ക് ഭർത്താവിനോട്, ഭർത്താവിന് ഭാര്യയ്ക്ക്, തൻ്റെ മക്കളോടൊക്കെ കരുണയും സ്നേഹം വരുന്നത്? ഇതൊക്കെ പോകുമ്പോഴാണ് മക്കൾ വേർപെട്ടുപോയി, ഭാര്യ ഭർത്താക്കന്മാര് അങ്ങോട്ടും ഇങ്ങോട്ടും വിവാഹബന്ധം മുറിച്ചപ്പോൾ എത്രയോ കരുണയില്ലാതെ വന്നപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ആ ജീവിതത്തിൽ വന്നത്. ഇതെന്തുകൊണ്ടാണ്? നിങ്ങൾ ചെയ്ത പ്രവർത്തനം മൂലമാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതല്ലേ പറഞ്ഞത്, അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ഏതൊരെങ്കിലും ഒരു മനുഷ്യന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒരു സ്നേഹബന്ധത്തിൽ കൂടിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് വേർപെട്ടു പോയെങ്കിൽ അത് നിങ്ങളിൽ നിന്ന് രണ്ടാലൊരാളിൽ സംഭവിച്ച ഒരു തെറ്റിന്റെ കാരണത്താൽ ആയിരിക്കുമെന്ന് അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന വ്യക്തമായ ഹദീസുണ്ട്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അപ്പൊ എന്താണ് സഹോദരങ്ങളെ നാം മനസ്സിലാക്കണം? ഈയിടയ്ക്കല്ലേ നമ്മള് ഇന്ന് ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയൊക്കെ അവക്ക് ആനന്ദം ഇതിലൂടെ ഡൈവോഴ്സുകളിൽ കാണാൻ കഴിയുമോ എന്ന് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ ഒരു വീഡിയോ കണ്ടു. അതായത് ഭാര്യ ഭർത്താവായി ജീവിച്ച ഒരു സഹോദരനും ഒരു സഹോദരിയും. നമ്മൾ മനസ്സിലാക്കണം, അവർ ഡൈവോഴ്സിന്റെ സർട്ടിഫിക്കറ്റിൽ ഒപ്പിടുന്ന സമയത്ത് ഭർത്താവ് കുറച്ച് സമ്പത്ത് കൊടുത്തപ്പോൾ ആ പെണ്ണിന്റെ ചിരി കാണണമായിരുന്നു ആ സമ്പത്ത് കിട്ടിയപ്പോൾ. ഇതാണോ സഹോദരങ്ങളെ? ഇതാണോ മുഅ്മിനീങ്ങളെ? സഹോദരങ്ങളെ ചിന്തിക്കണം. സ്നേഹമെന്ന് പറയുന്നത്, യഥാർത്ഥ സ്നേഹമെന്ന് പറയുന്നത് ഇതാണോ? അള്ളാഹു നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹുവിന്റെ കാരുണ്യം അധികരിപ്പിച്ചു തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം, സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ കണ്ടവർ ഒരു നിലയിലെത്തുമ്പോൾ അവരുടെ ജീവിതം മറിയുമ്പോൾ കൂടെയുണ്ടായിരുന്ന ആളുകളെ മറക്കുമ്പോഴും നമുക്ക് വിഷമം വരൂല, പ്രയാസം വരൂല. കാരണം നമ്മൾ സ്നേഹിച്ചത് എന്താണ്? അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ്. ഇതുപോലത്തെയുള്ള അവസ്ഥകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ മാനസിക നില തന്നെ തെറ്റിപ്പോകും. അങ്ങനെ തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഭാര്യ ഭർത്താവിനെയാണെങ്കിലും ഭർത്താവ് ഭാര്യയാണെങ്കിലും ഭാര്യ ഭർത്താവിനെയാണെങ്കിലും സ്നേഹിക്കുമ്പോൾ അവിടെ അള്ളാഹ്ക്ക് വേണ്ടി നിങ്ങൾ പരസ്പരം സ്നേഹിക്കാൻ പറഞ്ഞത്. ഇന്നല്ലെങ്കിൽ നാളെ ഇവരെല്ലാം നമ്മെ വിട്ടിട്ട് പോകുമ്പോൾ നമുക്ക് ക്ഷമ കൈക്കൊള്ളാൻ സാധിക്കും. നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ നമുക്കൊരു
എന്താണ് ഒരു മുന്നോട്ട് എൻ്റെ റബ്ബ് കൂടെ ഉണ്ടല്ലോ എന്നൊരു ചിന്തയിലൂടെ നമുക്ക് മുന്നോട്ട് ജീവിച്ച് ദുനിയാവും ആഖിറവും നമുക്ക് വിജയത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയും. അതുകൊണ്ടാണ് അള്ളാന്റെ റസൂല് പറഞ്ഞത്, നീ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹ്ക്ക് വേണ്ടി നീ സ്നേഹിക്കുക എന്ന് പറഞ്ഞത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ ചില യുക്തിവാദികൾ പറയുന്നുണ്ട്, എന്താണെന്നറിയോ? നമ്മൾ മനസ്സിലാക്കണം, യുക്തി ചിന്തകൾ പറയുന്നത് ഇന്ന് മുസ്ലിമീങ്ങള് പാവം ചെയ്യാത്തത് അവരുടെ മതങ്ങൾ ഉള്ളത് കൊണ്ടാണ്. ഇന്ന് മതങ്ങൾ ഒരു കാര്യം ഇന്ന് കള്ളു കുടിക്കല്ലേ എന്ന് പറഞ്ഞത് കൊണ്ടാണ് അവർ കള്ളു കുടിക്കാത്തത്. അല്ലെങ്കിൽ അവർക്ക് കള്ളു കുടിക്കണമെന്ന് ആഗ്രഹമുള്ളവർ തന്നെയാണ്. ശരിയാണ് അവര് പറഞ്ഞത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നന്മ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അവൻ തിന്മ ചെയ്യാനാണ് അവന്റെ നെഫ്സ്, അവന്റെ ശരീരമുണ്ടല്ലോ ഏറ്റവും കൂടുതൽ അവനെ പ്രോത്സാഹിപ്പിക്കുന്നത്. കാരണം ശൈത്താനുമുണ്ടല്ലോ ഈ ദുനിയാവിലെ ജീവിതത്തിന് നമ്മെ വഴിപിഴപ്പിക്കാൻ. ഏറ്റവും കൂടുതൽ ഒരു ദിവസം 24 മണിക്കൂറുണ്ടെങ്കിൽ ഈ 24 മണിക്കൂറുകളിലും ഒരു മനുഷ്യൻ നന്മ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ തിന്മ ചെയ്യാനാണ് അവൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് അവനെയൊക്കെ കടിഞ്ഞാനിടുന്നതിന് വേണ്ടി, നിന്റെ നഫ്സിന്റെ ദേഹേച്ഛകളെ കടിഞ്ഞാനിടുന്നതിന് വേണ്ടി അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പറഞ്ഞത്, വ്യഭിചരിക്കല്ലേ, കള്ളു കുടിക്കല്ലേ, തെമ്മാടിത്തരം കാണിക്കല്ലേ എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചത്. ഞാനൊന്ന് ചോദിക്കട്ടെ, ആത്മഹത്യ ചെയ്യാൻ ആഗ്രഹമില്ല ഈ കാലഘട്ടത്തിൽ, ആത്മഹത്യ ചെയ്യാൻ കൊതിക്കുന്ന എത്രയോ ആളുകൾ നമ്മുടെ ഇടയിലുണ്ടെന്നറിയുമോ? ഞാൻ പറഞ്ഞു തരാം സഹോദരങ്ങളെ. എന്നാൽ അവരെയെല്ലാം പിടിച്ചു നിർത്തുന്ന ഒരേ ഒരു കാര്യം എന്താണെന്നറിയുമോ? ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാല് നാളെ ആഖിറത്തിൽ ഇതിലും വലുത് നീ അനുഭവിക്കേണ്ടി വരുമെന്ന ആ ഒരു പേടിപ്പിച്ച് നിർത്തി അള്ളാന്റെ റസൂല് പറഞ്ഞ ആ വാക്കുകൾ പറഞ്ഞുകൊണ്ട് പേടിപ്പിച്ച് നിർത്തിയത് കൊണ്ടല്ലേ ഇന്ന് പല ആളുകളും ആത്മഹത്യ ചെയ്യാതെ പിന്മാറി പോകുന്നത്. നമ്മൾ മനസ്സിലാക്കണം. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ യുക്തിവാദികൾ പറയുന്നത് പോലെ ഒരു മനുഷ്യൻ മതമുള്ളത് കൊണ്ടാണ് അവൻ തെറ്റ് ചെയ്യാത്തതെന്ന് പറഞ്ഞ് മുഴുവൻ അല്ല എങ്കിൽ അവൻ തെറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് മതത്തെ ചെറുതായി പറയുന്ന യുക്തിചിന്തകരോട് ഞാൻ പറയട്ടെ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയി, സാമ്പത്തികമായി അവൻ കടം കയറി നശിച്ചിരിക്കുകയാണ്. അങ്ങനത്തെ ഒരവസ്ഥ വരുമ്പോ, ഒരു നിവൃത്തിയുമില്ലാത്തൊരവസ്ഥ വരുമ്പോൾ അവൻ തൂക്കുകയറെടുക്കുവോ ഇല്ലയോ, സൂസൈഡിനെ കുറിച്ച് അവൻ ചിന്തിക്കുവോ ഇല്ലയോ എന്ന് യുക്തിചിന്തകരെ നിങ്ങൾ ചിന്തിക്കുക, മനസ്സിലാക്കുക. എന്നാൽ അതൊന്നും ചെയ്യരുതേ എന്നൊരു തർബിയത്ത് കൊടുക്കൽ, ഒരു ഉപദേശം കൊടുക്കൽ, ഒരു മോട്ടിവേഷൻ കൊടുക്കലാണ് മതം, ദീനുൽ ഇസ്ലാം, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. വ്യഭിചരിക്കാൻ ഒരു മനുഷ്യന് അവസരം കിട്ടിക്കഴിഞ്ഞാൽ അവൻ ചെയ്യാതിരിക്കുമോ? എന്നാൽ വ്യഭിചാരത്തിനുള്ള ശിക്ഷകൾ പറഞ്ഞ് അതിൽ നിന്ന് അവരെ പിന്തിരിയിപ്പിച്ച് കളയുന്നതാണ് മതം. അങ്ങനെ ഒരു തർബിയത്ത് കൊടുക്കലാണ് ദീനുൽ ഇസ്ലാം. മനസ്സിലായോ? മനുഷ്യന്റെ ചിന്തകളും മനുഷ്യന്റെ ആഗ്രഹങ്ങളും നന്മ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അവൻ തിന്മയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെയാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഇതിനെയെല്ലാം വിലക്കിയിരിക്കുന്നത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഇവിടെയാണ് മുഅ്മിനീങ്ങളെ നാം മനസ്സിലാക്കണേ, എത്ര വലിയ മനദുഃഖം നമ്മുടെ ജീവിതത്തിൽ വന്നാലും നമ്മെ പിടിച്ച് നിർത്താൻ കഴിയും. ഇതൊക്കെ അള്ളാഹ്ക്ക് വേണ്ടിയാണല്ലോ ഞാൻ ചെയ്തതെന്ന് ഓർക്കുമ്പോൾ നമുക്ക് എന്താണ്, എന്തൊക്കെ മനദുഃഖങ്ങളും പ്രയാസങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കാൻ ഒരു ശക്തിയാണ് സഹോദരങ്ങളെ അള്ളാഹ്ക്ക് വേണ്ടി ഒരു മനുഷ്യനെ സഹായിക്കലും ഒരു മനുഷ്യനെ സ്നേഹിക്കലും എല്ലാം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഇല്ലാത്ത പക്ഷം ആണ് അവന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വരുമ്പോൾ എന്താണ്, അവന്റെ ജീവിതത്തിൽ നിന്ന് അവൻ മാറി അവന് ചിന്തിക്കുന്ന ഒരവസ്ഥ വരുന്നത്. അതേസമയം ഇതെല്ലാം എൻ്റെ റബ്ബിന് വേണ്ടിയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ അവന്റെ ജീവിതത്തിൽ ഇതൊന്നും വരൂല. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഇങ്ങനെ സഹോദരങ്ങളെ, അള്ളാഹ്ക്ക് വേണ്ടി നാം ഒരു മനുഷ്യനെ സ്നേഹിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് നൽകുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മെ പഠിപ്പിക്കുന്ന ഒരുപാട് റിവായത്തുകൾ വരുന്നുണ്ട്, ഹദീസുകൾ കേട്ടോളിൻ. قال رسول الله صلى الله عليه وسلم, അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാം, ഖാലല്ലാഹു തബാറക വ തആല, അല്ലാഹ് പറഞ്ഞതായി അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ, വജബത് മഹബ്ബതി ലിമുതഹാബീന ഫീഹി, എന്റെ സ്നേഹമുണ്ടല്ലോ ഒരുവനിൽ നിർബന്ധമായിരിക്കുന്നു എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാ. ആർക്കാണ് എന്റെ സ്നേഹം നിർബന്ധമായതെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ലിൽ മുതഹാബീന ഫീഹി, എനിക്ക് വേണ്ടി പരസ്പരം സ്നേഹിച്ചവർക്ക് അവർക്ക് എന്റെ സ്നേഹമുണ്ടല്ലോ, അല്ലാഹുവിന്റെ സ്നേഹം നിർബന്ധമായിരിക്കുന്നു എന്ന് അല്ലാഹ് പറഞ്ഞതായി അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോ, വൽ മുതജാലിസീന ഫീഹി, എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അല്ലാഹ് പറഞ്ഞതായി അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, എന്റെ കാര്യത്തിൽ പരസ്പരം കൂടിയിരിക്കുന്നവർക്കും, വൽ മുതസാവിരീന ഫീഹി, എനിക്ക് വേണ്ടി പരസ്പരം സന്ദർശനം നടത്തുന്നവർക്കും, വൽ മുതബാദിലീന ഫീഹി, എനിക്ക് വേണ്ടി പരസ്പരം ചിലവഴിക്കുന്നവർക്കും സമ്പത്ത് ചെലവഴിക്കുന്നവർക്കും എന്റെ സ്നേഹം, വജബത് മഹബ്ബതി, അല്ലാഹുവിന്റെ സ്നേഹം അവനിൽ നിർബന്ധമായിരിക്കുന്നു എന്ന് അല്ലാഹ് പറഞ്ഞതായി മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെയുള്ളവർക്ക് അല്ലാഹുവിന്റെ സ്നേഹം അവനിൽ നിർബന്ധമായിരിക്കുന്നുവെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. തീർന്നില്ല, പിന്നെയും അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാണ്, മറ്റൊരു റിവായത്തിൽ കാണാം, നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസാ, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാ, ഇന്നല്ലാഹ യഖൂലു യൗമൽ ഖിയാമ, തീർച്ചയായും നാളെ ഖിയാമത്ത് നാളിൽ അല്ലാഹ് പറയുമത്രേ, ഐനൽ മുതഹാബ്ബൂൻ, എവിടെ പരസ്പരം എനിക്ക് വേണ്ടി സ്നേഹിച്ചവർ എവിടെ? ബിജലാലിൽ യൗമ, ബിജലാലിൽ യൗമ ഉളില്ലുഹും ഫീ ളില്ലി യൗമ ലാ ളില്ല ഇല്ല ളില്ലി, എന്റെ തണലല്ലാതെ വേറെ യാതൊരു തണലും ലഭിക്കാത്ത ഇന്നേ ദിവസം അവർക്ക് എന്റെ തണല് ഞാൻ നൽകുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രയോ കഠിന ഭയാനകമായ ചൂടുള്ള വേനൽക്കാലം നമുക്ക് ചൂട് സഹിക്കാൻ കഴിയുമോ പ്രിയപ്പെട്ടവരെ? ഇതെവിടുന്നാണ്? ഈ സൂര്യനിൽ നിന്ന് ലഭിക്കുന്നു. ഈ സൂര്യനാണ് നാളെ ഖിയാമത്ത് നാളിൽ ഓരോ മനുഷ്യന്റെയും തലയുച്ചിയുടെ ഭാഗത്ത് വന്ന് നിൽക്കുമ്പോഴുള്ള അവസ്ഥ. ആ സമയത്ത് രക്ഷ ലഭിക്കണമെങ്കിൽ അള്ളാഹിന്റെ അർശിന്റെ തണല് മാത്രമേ ലഭിക്കുകയുള്ളൂ. എന്നാൽ പരസ്പരം അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിച്ചവരെവിടെ? അവർക്ക് അള്ളാഹുവിന്റെ തണല്, അർശിന്റെ തണല് ലഭിക്കുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അള്ളാഹ്ക്ക് വേണ്ടി പരസ്പരം സ്നേഹിക്കുന്നവരെ മനസ്സിലാക്കണേ, അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാം, അല്ലാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിക്കുന്നവരെ മനസ്സിലാക്കണേ, ഇത് സാലിഹായ ഒരു അമലാണ്. അതുകൊണ്ട് നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നവരാണെങ്കിൽ അത് നിങ്ങൾ തമ്മിൽ പറയണേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്. അത് തുറന്നു പറയണേ എന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാ, ഇദാ ഹബ്ബ റജുലു അഖാഹു, ഒരാൾ തന്റെ സഹോദരനെ സ്നേഹിക്കുന്നുവെങ്കിൽ ഫൽയുഖ്ബിറുഹു, അപ്പോൾ നീ അവനെ അറിയിച്ചു കൊള്ളട്ടെ, അന്നഹു യുഹിബ്ബു, നീ ആരെയാണോ സ്നേഹിക്കുന്നത് അത് മനസ്സിൽ കൊണ്ട് നടക്കാതെ അത് അവരോട് തുറന്നു പറയണമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ, ഒരാളെ നീ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കരുത്, അത് തുറന്നു പറയണമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്.
അതല്ലേ അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കലും മഹാനായ മുആദ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, യാ മുആദ്, അല്ലയോ മുആദേ, വല്ലാഹി അല്ലാഹുവാണ് സത്യം, വല്ലാഹി അല്ലാഹുവാണ് സത്യം, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു മുആദേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു മുആദേ എന്നൊരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് തുറന്നു പറയുകയാണ്. ഇവിടെയാണ് സഹോദരങ്ങളെ മനസ്സിലാക്കേണ്ട, അള്ളാഹ്ക്ക് വേണ്ടി ഒരു മനുഷ്യനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഇത്രയും പ്രതിഫലങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നിനക്ക് നൽകുന്നത്. അതുകൊണ്ട് നിങ്ങൾ പരസ്പരം അള്ളാഹ്ക്ക് വേണ്ടി നിങ്ങൾ കരുണ കാണിക്കുക, സ്നേഹിക്കുക എന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സ്നേഹം എന്ന് പറയുമ്പോൾ ഹലാലായ സ്നേഹമുണ്ട്, ഹറാമായ സ്നേഹമുണ്ട്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ സ്നേഹിക്കണം. മനസ്സിലായോ? ഒരു അന്യ പെണ്ണിനെ പോയി സ്നേഹിക്കണമെന്നല്ല ഈ പറഞ്ഞു വരുന്നത്. മനസ്സിലായോ? പ്രണയമെന്ന് പറയുന്നത് ഹലാലുമുണ്ട്, ഹറാമുമുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. യഥാർത്ഥ പ്രണയം, ഇപ്പം ഒരു പെണ്ണിനെ നിനക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു, അപ്പോൾ അവിടെ പോയിട്ട് എന്താണ്, അവിടെ ചെന്നിട്ട് എന്താണ്, ആ ഹറാമിയായ രീതിയിൽ സംസാരിക്കാതെ, ചാറ്റ് ചെയ്യാതെ, അങ്ങനെയൊന്നും ചെയ്യാതെ നീ ചെന്ന് നിന്റെ വീട്ടിൽ ചെന്ന് കാര്യങ്ങൾ പറഞ്ഞ് നിന്റെ ഭവനത്തിലെ വീട്ടുകാരെയും കൂട്ടി ആ പെണ്ണിന്റെ വീട്ടിലേക്ക് ചെന്ന് സംസാരിക്കണം. മനസ്സിലായോ? എന്നിട്ട് വിവാഹം കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്തുമാകാം, പ്രണയിക്കാം. ആ പ്രണയമേ ഇസ്ലാം അനുവദിക്കുന്നുള്ളൂ. മനസ്സിലായോ? അല്ലാത്ത ഒന്നും ഒരു പ്രണയവും ഇസ്ലാം അനുവദിക്കുന്നില്ല. അത് ഹറാമയത്തിന്റെ പ്രണയം തന്നെയാണ്. അതായത് മഹർ കൊടുക്കാതെ ചാറ്റ് ചെയ്യലും സംസാരിക്കലും ഒക്കെ എന്താണ്, ഹറാമിയത്തിന്റെ സംസാരങ്ങളൊക്കെ സംസാരിക്കൽ എന്താണ്, അതൊന്നും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്ന കാര്യമല്ല. അതെല്ലാം നിഷിദ്ധമാക്കിയിരിക്കുന്നതാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. ഇത് പറയുമ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത്, ഒരിക്കലും ഞാന് ഈയിടയ്ക്ക് തന്നെ സംഭവം നടന്നത്. ഈ വിനീതന്റെ പള്ളിയിലെ ജുമായിക്ക് പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി കയറുമ്പോ ഒരു സഹോദരി വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ, എന്റെ മനസ്സിന് വല്ലാത്ത പ്രയാസവും ദുഃഖവുമാണ്. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? എനിക്കൊരു പയ്യനെ ഇഷ്ടമായിരുന്നു, അവനെ ഇപ്പൊ വേറൊരാള് കൊണ്ടുപോകുന്നു. അപ്പൊ അവരിൽ നിന്ന് മാറി എന്നിലേക്ക് പൂർണ്ണമായിട്ട് വരാനായിട്ട് എന്തെങ്കിലും വഴിയുണ്ടോ? അപ്പൊ ഞാൻ ചോദിച്ചു, അവര് നിങ്ങളുടെ ആരാണ്? നിങ്ങളെ വിവാഹം കഴിച്ച ആള് നിങ്ങളുടെ ഭർത്താവ് അല്ല എന്ന് പറഞ്ഞു. നിങ്ങളുടെ ഭർത്താവ് അപ്പൊ എന്ന് ചോദിച്ചപ്പോ അത് ഗൾഫിലുണ്ട് എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ ഒന്ന് മനസ്സിലാക്കിക്കാൻ അവസ്ഥയാണെന്ന്. ഇനിയിപ്പോ ഞാൻ അവിടെ ചിന്തിച്ചു പോയി, ഇനിയിപ്പോ പള്ളിയിലെ ഒരു ഖത്തീബാകണമെങ്കിൽ ഇതുപോലുള്ള പരിപാടികളും കൂടെ പഠിക്കേണ്ട വരുമെന്ന്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഇതുപോലുള്ള ഹറാമിയത്തിന്റെ സ്നേഹം, ഈ സ്നേഹത്തെ കുറിച്ചല്ല പറയുന്നത്. ഒരാണ് ആണിനോടൊരു ഇഷ്ടം തോന്നി, ഒരു പെണ്ണിന് പെണ്ണിനോടൊരു ഇഷ്ടം തോന്നി, അതുപോലെ തന്നെ തന്റെ ഭാര്യയ്ക്ക് ഭർത്താവിനോട്, ഭർത്താവ് ഭാര്യ, ഇവിടെയൊക്കെ സ്നേഹബന്ധം നമ്മൾ ഊട്ടി ഉറപ്പിക്കണം. ഇവിടെ എന്താണ്, അള്ളാഹ്ക്ക് വേണ്ടി നീ ഒരു മനുഷ്യനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞതിന്റെ സാരം നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. തന്റെ കൂട്ടുകാരനോടുള്ള സ്നേഹം അള്ളാഹ്ക്ക് വേണ്ടിയാകണം. മനസ്സിലായോ? അങ്ങനെയാകുമ്പോ ഇന്നത്തെ പോലെ മറ്റേ ബിഗ് ബോസിലെ ആദിലായി നൂറയും അതുപോലുള്ള സ്നേഹം വരൂല. അള്ളാഹ്ക്ക് വേണ്ടി ഒരു മനുഷ്യനെ നീ സ്നേഹിച്ചാല്, അള്ളാഹ്ക്ക് വേണ്ടി ഒരു മനുഷ്യനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, നിന്റെ കൂട്ടുകാരൻ ഒരു തെറ്റ് ചെയ്യുന്ന നീ കണ്ടു, അവിടെ നീ കാണിക്കേണ്ട ദീനീപരമായിട്ടുള്ള പക്വത എന്താണെന്നറിയോ? അവിടെ നീ കാണുമ്പോ അള്ളാഹയോട് ദുആ ചെയ്യണം, അള്ളാഹു ഇത്രയും വലിയ തെറ്റുകളൊന്നും നീ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചില്ലല്ലോ അള്ളാഹു എന്ന് ദുആ ചെയ്തിട്ട് ഒറ്റയ്ക്ക് അവനെ കിട്ടുന്ന സമയത്ത് നിന്റെ കൂട്ടുകാരനോട് പറയണം, നീ ഇന്നലെ ചെയ്ത തെറ്റ് ഞാൻ കണ്ടു, അത് പാപമാണ്, അള്ളാഹു അവന്റെ റസൂലും നിഷേധിച്ച കാര്യമാണ്, പരിശുദ്ധ ദീൻ ഹറാമാക്കിയ കാര്യമാണ്, നീ ചെയ്യല്ലേ എന്ന് പറഞ്ഞ് അവന് ഉപദേശിച്ച് നേർവഴിയിൽ കൊണ്ടുവരലാണ് ഒരു മനുഷ്യനെ അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിക്കുക എന്ന് പറയുന്നത്. അല്ലാതെ പരസ്യപ്പെടുത്തലല്ല. ഏതെങ്കിലും ഒരു മനുഷ്യൻ പാപം ചെയ്യുന്നതുണ്ട്, സോഷ്യൽ മീഡിയയിൽ ഫോൺ എടുത്ത് ഞെക്കി ലോകത്തുള്ള എല്ലായിടത്തും കൊണ്ട് എത്തിക്കാൻ കഴിയുമോ, എവിടെയൊക്കെ എത്തിക്കാൻ കഴിയുമോ അവിടെയെല്ലാം കൊണ്ടെത്തിച്ച് അവനെ നാണം കെടുത്തുന്ന ഒരു
അവസ്ഥയിലേക്കാണ് പോകുന്നത്. അതല്ല, അങ്ങനെയുള്ളവരുടെ ന്യൂനതകൾ നാളെ ആഖിറത്തിൽ അല്ലാഹു കൊണ്ടുവരുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കണം, ഭാര്യ ഭർത്താവിനോടുള്ള പ്രണയം, ഭർത്താവിന് ഭാര്യയോടുള്ള സ്നേഹം തുറന്നു പറയണം. അള്ളാഹ്ക്ക് വേണ്ടിയുള്ള സ്നേഹമാണ് നമ്മൾ മനസ്സിലാക്കണം. ഇവരുടെയിലും എന്തേ നിങ്ങൾക്കൊരു പ്രണയം തോന്നും. ഇപ്പൊ ഒരു ഭാര്യ എന്തെങ്കിലും ഒരു ഹിദ്മത്ത് ചെയ്ത് ഭർത്താവിന് കൊടുത്തു. ചില ഭർത്താക്കന്മാരുണ്ട് അതിനൊന്നും പ്രോത്സാഹനം പോലും നൽകൂല. അതുപോലെ ഭർത്താവ് എന്തെങ്കിലും ഒരു ഭാര്യയ്ക്ക് സ്നേഹം തോന്നുന്ന ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാല് അവിടെ നിങ്ങൾ പരസ്പരം മനസ്സിൽ ആ സ്നേഹം വെച്ചുകൊണ്ടിരിക്കരുത്. അത് തുറന്നു പറയണം. ഇന്നലെ ചെയ്ത് എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടു, ഇക്കാൻ അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നൊക്കെയുള്ള രീതിയിൽ സംസാരം നിങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ കുടുംബജീവിതം എപ്പോഴും സന്തുഷ്ടമായി കുടുംബജീവിതമാകും. അതുപോലെ നിനക്കൊരു ഗ്ലാസ് വെള്ളമെടുത്ത് നിന്റെ ഭാര്യ തരുമ്പോ അതിൽ നന്ദിയുള്ള ഭർത്താവായി നീ മാറുമ്പോഴാണ് ആ കുടുംബജീവിതം സന്തുഷ്ടമായ കുടുംബജീവിതമായി മാറുന്നത്. അല്ലാതെ അവിടെ ഭരണമല്ല. മനസ്സിലായോ? അവിടെ ചില ഹിദ്മത്തുകൾ ചെയ്യുമ്പോൾ ചില നന്ദി വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭാര്യയും ഭർത്താവും പറയുന്ന ഒരു അവസ്ഥയുണ്ടാകണം. അങ്ങനെ ഉണ്ടാകുമ്പോൾ അവിടെ എന്താണ്? അവിടെ സ്നേഹബന്ധങ്ങൾ ഊട്ടിയുറയ്ക്കാൻ കാരണമാകും. അങ്ങനെ ആ കുടുംബം സന്തുഷ്ടമായ കുടുംബജീവിതമായി മാറും. അതുകൊണ്ട് ചില ആളുകളൊക്കെ പറയും, അതായത് എനിക്ക് സ്നേഹിക്കാൻ അറിയത്തില്ല. അത് വലിയ പരാജയമാണ്. കുടുംബജീവിതത്തിൽ ചില ആളുകൾ വലിയ അലങ്കാരമാക്കി പറയുന്ന ഒരു വർത്താനമാണ്, എനിക്ക് സ്നേഹിക്കാൻ അറിയത്തില്ല എന്ന്. അങ്ങനെ സ്നേഹിക്കാൻ അറിയാത്തവനാണെങ്കിൽ പെണ്ണ് കെട്ടാൻ നിൽക്കരുത്, കുടുംബജീവിതം നയിക്കാൻ നിൽക്കരുത്. അത് അവന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പരാജയമാണെന്ന് മനസ്സിലാക്കിക്കോ. അപ്പൊ ചിലപ്പോ അവനും പറയാൻ ന്യായം ഉണ്ടായിരിക്കും. ചിലപ്പോ പണ്ട് കാലത്തൊക്കെ എനിക്കും സ്നേഹം കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് എനിക്ക് കൊടുക്കാൻ കഴിയാത്തത്. അങ്ങനെയല്ല, നിനക്ക് കിട്ടാത്ത കാര്യം നീ മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയുന്നവനാകണം. അവിടെയാണ് ഒരു മുഅ്മിനായ മനുഷ്യന്റെ പക്വത അവൻ കാണിക്കേണ്ടത്, ഈമാനികമായിട്ടുള്ള പക്വത. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് തരട്ടെ. അതൊന്നും വലിയ ഒരു രീതിയിലും മുന്നോട്ട് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. എനിക്ക് സ്നേഹിക്കാൻ അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ സ്നേഹിക്കത്തില്ല എന്ന്. അങ്ങനെ ഒരിക്കലും വരരുത്. അത് കുടുംബജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയത്തിന് കാരണമാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് തരട്ടെ. അതുകൊണ്ട് ഒരാൾ നിനക്ക് ഇഷ്ടപ്പെട്ടാൽ നീ അത് അവരോട് തുറന്നു പറയണം. അത് ഹലാലായ സ്നേഹബന്ധങ്ങളിൽ മാത്രം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് തരട്ടെ. ഇനി ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കണമെങ്കിൽ ആസ്വദിക്കുന്ന മൂന്നാമത്തെ വിഭാഗം ആളുകൾ ആരാണെന്നറിയുമോ? കേട്ടോളൂ. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, വയക്റഹ യഊദ ഫിൽ ഖുഫ്രി കമാ യക്റഹു വയുഖദഫ ഫിന്നാർ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നീ വെറുക്കലാണ് നിന്റെ ജീവിതത്തിൽ ഉണ്ടല്ലോ, നീ ഏറ്റവും കൂടുതൽ വെറുക്കുന്നവനാകണം. എങ്ങനാണെന്നറിയുമോ? അതായത് കുഫറിലേക്ക് മടങ്ങുന്നതിനെ നീ ഏറ്റവും കൂടുതൽ വെറുക്കുന്നവനാകണം. എങ്ങനെയാണെന്നറിയുമോ? അള്ളാന്റെ റസൂല് പറയുകയാണ്, ഒരു വലിയ തീക്കുണ്ടാരമുണ്ട്. ആ തീക്കുണ്ടാരത്തിലേക്ക് നിന്നെ വലിച്ചെറിയുന്നത് നിനക്ക് ഇഷ്ടമാകുമോ എന്ന് നീ ചിന്തിക്കണം. നീ വെറുക്കുകയല്ലേ, ആ അതുപോലെ വെറുക്കുന്നത് പോലെ നീ കുഫറിലേക്ക് മടങ്ങുന്നതിനെ നീ വെറുക്കുന്നവനാകണം. അങ്ങനെയെങ്കിൽ ഹലാവത്തൽ ഈമാൻ, നീ ഈമാനിന്റെ മാധുര്യം ആസ്വദിച്ചവനായി മാറുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്. ഇവിടെയാണ് സഹോദരങ്ങളെ നാം മനസ്സിലാക്കേണ്ടത്, അന്യമതത്തിലുള്ള പെണ്ണിനെ വിവാഹം കഴിക്കലും ഒരാണിനെ വിവാഹം കഴിക്കലും അത് കുഫറിലേക്ക് പോകുന്ന വഴിയാണെന്ന് മനസ്സിലാക്കണം. ചില ആളുകൾ പറയുമല്ലോ, ചില ഇസ്ലാമിനെ നശിപ്പിക്കുന്നതിന് വേണ്ടി ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കി ജനഹൃദയത്തിൽ മുഴുവനും വെറുപ്പുണ്ടാക്കാൻ നോക്കുന്ന സംഘപരിവാര് പറയുമല്ലോ, RSSകാര് പറയുമല്ലോ, ലവ് ജിഹാദ്. ലവ് ജിഹാദ് എവിടെയാണ് ഇസ്ലാമിൽ ലവ് ജിഹാദ് പറയുന്നത്? അനുവദനീയമായിട്ടുള്ള രീതിയിൽ നമ്മൾ സ്നേഹമേ പരിശുദ്ധമായി ദീനുൽ ഇസ്ലാം പറയുന്നുള്ളൂ. നമ്മൾ മനസ്സിലാക്കണം, ലവ് ജിഹാദ് എന്ന് പറഞ്ഞ് തെറ്റായ രീതിയിലുള്ള
ഓരോരോ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നവരെ മനസ്സിലാക്കണം. ഒരിക്കലും സഹോദരങ്ങളെ നാം മനസ്സിലാക്കണം, ഒരു അന്യ പെണ്ണിനെ, അതായത് മറ്റൊരു മതത്തിലുള്ള ഒരു പെണ്ണിനെ, ഒരു ആണിനെ വിവാഹം കഴിക്കുന്നതിൽ ഒരു നന്മയുമില്ല. അതാദ്യം നമ്മൾ മനസ്സിലാക്കണം. അത് കുഫറിലേക്ക് പോകുന്ന വഴിയാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഒരു മനുഷ്യൻ ഇസ്ലാമിലേക്ക് കടന്നു വരേണ്ടത് എങ്ങനെയാണെന്നറിയുമോ? അള്ളാഹുവിനെ അവന്റെ റസൂലിനെയും പഠിച്ച് പരിശുദ്ധമായി ദീനുൽ ഇസ്ലാം മനസ്സിലാക്കി, അവിടെ എന്താണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പഠിച്ച് അതിലൂടെ എന്താണ് അള്ളാഹുവിനെ അവന്റെ റസൂലിനെയും മനസ്സിലാക്കി അവരോടുള്ള സ്നേഹം നിന്റെ ഹൃദയാന്തരങ്ങളിൽ വരണം. അവരോടുള്ള സ്നേഹത്തിൽ മാത്രമേ നീ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ വന്നിട്ട് പ്രയോജനമുള്ളൂ. അല്ലാതെ ഏതെങ്കിലും ഒരുത്തനെ കിട്ടിയിട്ട് ഇങ്ങനെ ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ എന്ത് നന്മയുള്ളത്? അവിടെ നീ അവനെ ഇഷ്ടപ്പെട്ടിട്ടല്ലേ വന്നത്, അല്ലാതെ അള്ളാനെ അവന്റെ റസൂലിനെ ഇഷ്ടപ്പെട്ടിട്ടല്ലല്ലോ വന്നത്. പിന്നെ അവിടെ എന്തുവാണ് നന്മയുള്ളത്? അങ്ങനെയൊന്നുമല്ല, അതിലൊന്നും ഒരു നന്മയുമില്ല എന്ന് സഹോദരങ്ങളെ മനസ്സിലാക്കണം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ദീനിലേക്ക് ഒരാൾ വരേണ്ടത് എന്താണ്? അള്ളാഹുവിനെ അവന്റെ റസൂലിനെയും ദീനും പരിശുദ്ധമായ ദീനിനെയും ശരിക്കും നല്ലവണ്ണം പഠിച്ച് അവന്റെ ഹൃദയത്തിൽ അതിനോടുള്ള സ്നേഹം, മുഹബ്ബത്ത് കയറിയെങ്കിൽ മാത്രമേ വരാവുള്ളൂ. ഇല്ലാത്ത പക്ഷം വരരുത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതുപോലെ തന്നെ കുഫറിലേക്ക് മടങ്ങുന്ന മറ്റൊരു കാര്യമാണ് മുർത്തദായി പോകുന്ന വർത്തമാനങ്ങൾ പറയല്. ചില സഹോദരിമാരൊക്കെ ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ പറയുന്നത് കേൾക്കാം, ഹിജാബ് ഇടുന്നത് വലിയ അബദ്ധമായി പോയി. ഈ ഹിജാബൊക്കെ ഇട്ട് എൻ്റെ വീട്ടുകാർ നിർബന്ധിക്കുന്നത് കൊണ്ടാണ് ഞാൻ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നെന്താണ് വീട്ടുകാരെ പോലും തള്ളി പറഞ്ഞുകൊണ്ട് നടക്കുന്ന മുസ്ലിം സഹോദരിമാരുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, ഇതൊക്കെ മുർത്തദായി പോകുന്ന വർത്തമാനമാണ്, ഇസ്ലാമിന്റെ വെളിയിൽ പോകുന്ന വർത്തമാനമാണ്. കാരണം ഹിജാബ് ധരിക്കണമെന്ന് വിശുദ്ധമായ ഖുർആനാണ് പറഞ്ഞത്. ആ ഖുർആനെയാണ് നീ നിഷേധിക്കുന്നത്. മുർത്തദായി പോകുന്ന വർത്തമാനമാണ്. അതുപോലെ തന്നെ 2-3 ആളുകളുടെ മുമ്പിൽ ഫേമസ് ആകുന്നതിന് വേണ്ടി ദീനിനെ കരിവാരിത്തേക്കുന്ന രീതിയിലുള്ള വർത്തമാനം പറയലും ഇതും എന്താണ് സഹോദരങ്ങളെ നാം മനസ്സിലാക്കണം, കുഫറിലേക്ക് പോകുന്ന കാര്യങ്ങളാണ്. മദ്രസയിലെ ഓരോ കാര്യങ്ങൾ ഇപ്പൊ പഠിപ്പിച്ചത് ഓർക്കുമ്പോൾ ദേഷ്യം വരുന്നതാണ്. ദീനെതിരെയുള്ള വർത്തമാനമായില്ലേ, മുർത്തദായി പോകുന്ന വർത്തമാനമല്ലേ? നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ചില യൂട്യൂബ് ബ്ലോഗർമാരൊക്കെ പരിശുദ്ധമായി ദീനിന്റെ വക്താക്കന്മാരെ മാത്രം പിടിക്കത്തുള്ളൂ. എന്നിട്ട് ഓരോരോ കാര്യങ്ങൾ ചോദിച്ച് അപ്പൊ അവരുടെ മനസ്സിൽ കുഞ്ഞു പ്രായമല്ലേ, അവരും ഒന്ന് ഫേമസ് ആകണമെന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങളൊക്കെ അവരും ആവശ്യമില്ലാത്ത അറിയാത്ത കാര്യങ്ങളൊക്കെ ദീനിനെതിരായിട്ടുള്ള രീതിയിൽ സംസാരിക്കും. അങ്ങനെ മുർത്തദായി പോകുന്ന വർത്തമാനങ്ങൾ കൊണ്ടുവരുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിച്ച് അവര് മുർത്തദാക്കുന്ന ഒരു വിഭാഗം യൂട്യൂബ് ബ്ലോഗർമാരായ ദജ്ജാലുകളുള്ള കാലഘട്ടമാണ്. മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, നാം മനസ്സിലാക്കണം. അള്ളാഹു ഇതുപോലുള്ള ശൈത്താനിയത്തിന്റെ ഷർറുകളിൽ നിന്ന് അള്ളാഹു നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും എല്ലാം അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ പറഞ്ഞ കാര്യങ്ങളെയും നീ വെറുക്കുന്നവനായാൽ ഹലാവത്തൽ ഈമാനിന്റെ മാധുര്യം നിനക്ക് ആസ്വദിക്കാൻ കഴിയുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ.